നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളും ദിക്റുകളുമെല്ലാം ശ്രദ്ധാപൂർവം നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പഠന പരമ്പരയിൽ പ്രഭാത സമയത്തും പ്രദോഷ സമയത്തുമൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒരു ദിക്റിനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതേപോലെ നമ്മുടെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നമുക്ക് നിർവഹിക്കാവുന്ന അല്ലെങ്കിൽ നിർവഹിക്കേണ്ടുന്ന ഒരു കാവൽ തേട്ടത്തിൻ്റെ ദിക്റാണ്, ഒരു ദുആയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: പ്രവാചകരെ, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നലെ രാത്രി എന്നെ ഒരു തേള് കുത്തിയല്ലോ. ആ പ്രയാസം പറയാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചോദിച്ചു: അമാലൗ ഖുൽത ഹീന അംസൈത, നീ വൈകുന്നേരം ആ പ്രദോഷ സമയത്ത് നീ ഇപ്രകാരം പറഞ്ഞിരുന്നില്ലയോ? എപ്രകാരം? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. അത് നീ പറഞ്ഞിട്ടില്ലായിരുന്നുവോ? എങ്കിൽ ലം തദുറക, നിന്നെ അത് ഉപദ്രവിക്കുകയില്ലായിരുന്നു, ബുദ്ധിമുട്ടിക്കുകയില്ലായിരുന്നു എന്ന്. എന്താണ് ഇതിൽ പറയുന്നത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ഇത് നമ്മൾ പറയേണ്ടുന്ന 3 തവണ പറയേണ്ടുന്നൊരു പ്രാർത്ഥന തന്നെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും: മൻ ഖാല ഇദാ അംസാ സലാസ മറാത്തിൻ, ആരെങ്കിലും വൈകുന്നേര സമയത്ത് ഇപ്രകാരം 3 തവണ പറഞ്ഞാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞാൽ ലം തദുറഹു ഹുമത്തുൻ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ ഒരു ഹുമത്തും അവന് ഏൽക്കുന്നതല്ല. ഹുമത്ത് എന്ന് പറഞ്ഞാൽ വിഷജന്തുക്കളായ പാമ്പ്, തേള്, മറ്റ് ഏതെല്ലാം വിഷജീവികളുണ്ടോ അവയുടെയൊക്കെ അക്രമത്തിനും അവ കുത്തുന്നതിനോ കടിക്കുന്നതിനോ ഒക്കെ തന്നെയാണ്, അതിൻ്റെ ആ വിഷം ബാധിക്കുന്നതിന് തന്നെയാണെന്ന് പറയുന്നത് ഹുമത്തുൻ എന്ന് പറയുന്നത്. അതാ രാത്രിയിൽ അവനെ ഉപദ്രവിക്കുകയില്ലായിരുന്നു എന്ന്. എന്നിട്ട് ഇത് ഉദ്ധരിക്കുന്ന സഹാബി പറയുകയാണ്: ഞങ്ങളൊക്കെ കുടുംബങ്ങൾ ഞങ്ങളത് ശരിക്ക് പഠിച്ചിരുന്നു, എല്ലാ രാത്രിയും ഞങ്ങളത് പറയാറുമുണ്ടായിരുന്നു. കണ്ടോ, അത് മഗ്രിബിൻ്റെ സമയത്ത്, മഗ്രിബിൻ്റെ ശേഷമൊക്കെ പറയാം, മഗ്രിബിന് തൊട്ട് മുമ്പൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ പറയാറുമുണ്ടായിരുന്നു. എന്നിട്ട് അവരിലെ ഒരു അടിമസ്ത്രീയായ പെൺകുട്ടിക്ക് തേൾ വിഷബാധ ഏറ്റെങ്കിലും അവൾക്കത് സംബന്ധമായിട്ടുള്ള കാര്യമായ വേദനയോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് നമുക്ക് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും. എന്താണ് കാരണം? അവരിതൊക്കെ മനസ്സറിഞ്ഞ് വളരെ ആത്മാർത്ഥമായി ഈമാനികമായ ദൃഢതയോടെ വിശ്വാസത്തോടു കൂടെയാണ് അവരത് പറഞ്ഞത് എന്നർത്ഥം. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? എന്താണ്? അഊദു, ഞാൻ കാവൽ തേടുന്നു, ബി കലിമാത്തില്ലാഹി താമ്മാതി, സമ്പൂർണങ്ങളായ അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ കൊണ്ട്. എന്താണ് കലിമാത്തുല്ലാഹ്? അതിന് പരിശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹു ഒരു വസ്തുവിനോട് ഒരു കാര്യം ഉണ്ടാകണമെന്നുദ്ദേശിച്ചാൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂന കുൻ എന്ന കലിമത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ രൂപത്തിലെല്ലാം അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ മാത്രമല്ല, ആ കലിമാത്തുകളുടെ പ്രത്യേകത ഇവിടെ നബിതങ്ങൾ എന്താണ് പഠിപ്പിച്ചത്? അത്താമ്മാത്തി, റബ്ബിൻ്റെ കലിമത്തുകളൊക്കെ കാമിലായ കലിമാത്തുകളാണ്, അവയൊക്കെ സമ്പൂർണങ്ങളാണ്. അതാണ് താമ്മത്ത്, താമ്മാത്ത്, സമ്പൂർണങ്ങളാണ്, അതൊക്കെ പരിപൂർണമാണ് എന്ന് പറഞ്ഞാൽ ലാ യൽഹഖുഹാ നഖ്സുൻ, അതിൽ ഒരു ന്യൂനതയോ വലാ ഐബുൻ, ഒരു നിലക്കുള്ള പോരായ്മയോ ഒന്നുമില്ലാത്ത, മനുഷ്യവാക്കുകളിൽ ഉണ്ടാകുന്നതാണല്ലോ ന്യൂനതകളും പോരായ്മകളും വൈരുദ്ധ്യങ്ങളൊക്കെ, അതൊന്നുമില്ലാത്ത സമ്പൂർണങ്ങളായ, എല്ലാം തികഞ്ഞ സമ്പൂർണങ്ങളായ റബ്ബിൻ്റെ കലിമാത്തുകളെ കൊണ്ട്, ആ കലിമാത്തുകൾ മുഖേന ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. എന്തില്ലെന്ന്? മിൻ ശർരി മാ ഖലഖ, റബ്ബ് ആ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് വസ്തുക്കളുണ്ട് ഈ പ്രപഞ്ചത്തിൽ.
ഈ പ്രപഞ്ചത്തിൽ അനേകം എണ്ണമറ്റ സൃഷ്ടികളുണ്ട്. ഏതൊരു സൃഷ്ടിക്കുണ്ടാകും അതിലൊരു ഗുണമുണ്ടാകും, അതിലൊരു ഷെറും ഉണ്ടാകും. ആ ഷെറ് ഏത് സൃഷ്ടി മുഖേന ഏതൊക്കെ ഷെറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അത് ജന്തുക്കളാവാം, മനുഷ്യരാവാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൂതങ്ങൾ അഥവാ ജിന്നുകളാവാം, പിശാചുക്കളാവാം, ഇഴജന്തുക്കളാവാം, അതുപോലെ തന്നെ മൃഗങ്ങളാവാം, കാറ്റടിക്കുന്നതിലൂടെയാവാം, അതുപോലെ തന്നെ ഭൂമി കുലുക്കങ്ങൾ, അതേപോലെയുള്ള പ്രകമ്പനങ്ങൾ മുഖേനയാവാം. ഏതൊക്കെ രൂപത്തിലുള്ള ദുന്യവിയായ ഏതെല്ലാം ബലാഹുകളുണ്ടോ, ഏതെല്ലാം ഷെറുകളുണ്ടോ, അതൊക്കെ ഏതെല്ലാം വസ്തുക്കളിലൂടെ ഉണ്ടാകാമോ. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മനുഷ്യന് വെള്ളം കുടിച്ചാൽ അവിടുത്തെ വെള്ളം കൊണ്ട് കുളിച്ചാൽ ചില ആളുകൾക്ക് രോഗമുണ്ടാവും. ചില വെള്ളം കുടിച്ചാൽ പ്രശ്നം ഉണ്ടാവും. ചിലയിടത്ത് കാറ്റടിച്ചാൽ ആ കാറ്റ് കൊണ്ട് ആ പ്രയാസം ഉണ്ടാകും. കാറ്റ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലേ, എന്നാൽ കാറ്റിലൊരുപാട് നന്മല്ലേ. അപ്പം നന്മയും തിന്മയും ഒക്കെ പല വസ്തുക്കളിലും ഉണ്ടാകും. അവയുടെ എല്ലാം ഷെറിൽ നിന്ന് അള്ളാഹുവേ നീ സൃഷ്ടിച്ചിട്ടുള്ള അഥവാ റബ്ബിൻ്റെ സൃഷ്ടികളിൽ നിന്നുള്ള ഏതെല്ലാം സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾ മുഖേന ഉണ്ടാകാവുന്ന എന്തെല്ലാം ഷെറുകളുണ്ടോ അതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്ന് സമാനമായ ആയത്താണല്ലോ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. സൂറത്തുൽ ഫലഖിൻ്റെ തുടക്കം തന്നെ എന്താ പ്രാർത്ഥന? ഖുൽ നബിയെ പറയൂ, അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിൻ്റെ റബ്ബിനോട്, പുലരിയുടെ പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പം ഇവിടെ അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ, റബ്ബിൻ്റെ കലിമാത്തുകൾ എന്ന് പറയുന്നത് റബ്ബിനെ തന്നെയാണ്. റബ്ബിൻ്റെ കലിമാത്തുകൾ റബ്ബിൽ നിന്ന് പുറത്തായൊരു സംഗതിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ റബ്ബിനോട് തന്നെയുള്ള ഇസ്തിആദത്താണ്, കാവൽ തേട്ടമാണിത്. എന്തിൽ നിന്ന്? മിൻ ശർരി മാ ഖലഖ്, ഇവിടെയുള്ള ഏതെല്ലാം സൃഷ്ടികളിലൂടെ എന്തെല്ലാം ഷെറുകൾ ഉണ്ടാകാമോ അതിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന്. ഇത് 3 തവണ പറയാനാണ് പറയുന്നത്. തേള് കുത്തിയ വിഷബാധയേറ്റ് പ്രവാചകനോട് ചെന്ന് വിഷയം പറയുമ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞതെന്താ, അങ്ങനെ ഇന്ന് ഇത് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ ഈ അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ പറഞ്ഞിരുന്നില്ലേ? അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഉപദ്രവം ഏൽക്കില്ലായിരുന്നു എന്ന്. അത് ഞങ്ങൾ കുടുംബസമേതം പറയാറുണ്ടായിരുന്നുവെന്നും അത് പറയാത്ത ദിനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും, അങ്ങനെ പറഞ്ഞിട്ടും ഒരു ദിവസം വിഷബാധ ഏറ്റപ്പോൾ അതുകൊണ്ട് ഒരു വേദനയും അനുഭവപ്പെട്ടില്ല എന്നും അനുഭവസ്ഥർ പറയുന്നതും നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ ചൊല്ലേണ്ടുന്ന കാവൽ തേട്ടങ്ങളാണ്. ഇവിടെ അള്ളാഹുവിനോടാണ് ഇതൊക്കെ, അള്ളാഹുവിനോടാണ് കാവൽ തേടുന്നത്. ഒരു സൃഷ്ടിയോടും കാവൽ തേട്ടം ഇല്ല. നിങ്ങൾ നോക്കൂ, ഈ വചനത്തെപ്പോലും ദുർവ്യാഖ്യാനിക്കുന്ന മതപുരോഹിതന്മാരാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ. നമ്മൾ മനസ്സിലാക്കണം എത്ര ഗുരുതരമാണ് വിഷയം. അവർ ഇതിന് അർത്ഥം നൽകുന്നത് അഊദു, ഞാൻ കാവൽ തേടുന്നു, ബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്നുള്ളതിന് അവർ പറയുന്നത് എന്താ? പരിശുദ്ധാത്മാക്കളോട് ഞാൻ ശരണം തേടുന്നു. മിൻ ശർരി മാ ഖലഖാൻ, അള്ള സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളുടെ ഷെറിൽ നിന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. വിശുദ്ധാത്മാക്കളോട് കാവൽ തേടുകയാണത്രേ ദുഷ്ടാത്മാക്കളുടെ, ദുഷ്ടവസ്തുക്കളുടെ ദുഷ്ടതയിൽ നിന്ന്. എന്ത് മാത്രം കഠിനമായ ദുർവ്യാഖ്യാനമാണ് ഈ നടത്തിയത്. അള്ളാഹുവിൻ്റെ പേരിൽ കളവ്. കാരണം അള്ളാഹു ആണല്ലോ മുത്ത് മുസ്തഫാക്ക് ഇങ്ങനെ ഈ ദിക്ർ, ഈ ദുആ ചൊല്ലുവാൻ വേണ്ടി പഠിപ്പിച്ചത്. ഏതെല്ലാം ഘട്ടങ്ങളിൽ ഈ അഊദു ബി കലിമാത്തില്ലാഹി പറയുന്നുണ്ട്. ഈ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറയുന്ന സമയത്ത് മാത്രമല്ലല്ലോ. ഒരിടത്ത് നമ്മൾ ഇറങ്ങിയാൽ, ഒരു സ്ഥലത്ത് നമ്മൾ യാത്രക്കിടയിൽ ഇറങ്ങി താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇത് പറയണ്ടേ? അതുപോലെ തന്നെ ചെറിയ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാമിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും വേണ്ടി മന്ത്രിച്ച, പ്രാർത്ഥിച്ച ഒരു രക്ഷാ തേട്ടമുണ്ട്. ആ തേട്ടം നബി തങ്ങൾ ഹസൻ ഹുസൈൻ എന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതും ഇത് തന്നെയല്ലേ? സമാനമായ വചനം തന്നെയല്ലേ അതിൻ്റെ തുടക്കത്തിലുള്ളത്? അപ്പം ഇവിടെയൊക്കെ ഇപ്പം എന്തായി അർത്ഥം? അള്ളാഹിൻ്റെ റസൂല്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒക്കെ ഇപ്പം വിശുദ്ധാത്മാക്കളെ ശരണം എന്ന് പറയാണ്. വിശുദ്ധാത്മാക്കളെ കാവൽ തരണേ, കാക്കണം ഞങ്ങളെ വിശുദ്ധാത്മാക്കളെ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു എന്നല്ലേ വരിക? മുത്ത് മുസ്തഫ പറഞ്ഞു എന്നല്ലേ വരിക? അള്ളാഹുവിൻ്റെ റസൂൽ ഏതെങ്കിലും ഒരു മഖ്ലൂഖിനോട് ശരണം തേടിയിട്ടുണ്ടോ? കാവൽ തേടിയിട്ടുണ്ടോ? അങ്ങനെ കാവൽ തേടിയിട്ടില്ല ഒരു മഖ്ലൂഖിനോടും എന്നല്ലേ ലോകപ്രസിദ്ധ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. എന്നിട്ടും യാതൊരു ലജ്ജയുമില്ലാതെ, റബ്ബിന് ഭയവുമില്ലാതെ
നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അടക്കമുള്ള മുസ്ലിയാക്കന്മാർ അവരുടെ പുസ്തകങ്ങളിൽ വളരെ കൃത്യമായി എഴുതണത് ഉന്നതമായ ആത്മാക്കളോടുള്ള സഹായം തേട്ടാണിത്. ഈ ഔദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്നതരായ അർവാഹികളോട്, ആത്മാക്കളോടുള്ള ശരണം തേടലാണത്രേ ഇത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതാണ്. ഇത് ഇസ്തിഗാസ തന്നെയാണത്രേ. ഇത് ഇസ്തിഗാസ തന്നെയാണ് എന്നാണ് ആര് പറയുന്നത്? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അടക്കമുള്ള അവരുടെ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്നുള്ള പുസ്തകത്തിലുണ്ട്. ഇതന്നെ മുസ്ലിയാക്കളുടെ ഒക്കെ വിശ്വാസം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവമാണ്. ഇബ്രാഹിം നബി വിശുദ്ധാത്മാക്കളോട് തേടി, മുത്ത് മുസ്തഫ വിശുദ്ധാത്മാക്കളോട് തേടി. എങ്കിൽ പിന്നെ ഇനി എന്തിനാണ് സർവശക്തനായ റബ്ബിനോട് കാവൽ തേടേണ്ട കാര്യം? അപ്പോൾ ഈ 3 തവണ നമ്മൾ എല്ലാ ദിവസവും പ്രഭാത പ്രദോഷങ്ങളിൽ പറയേണ്ടുന്ന ഈ ദുആയിനെപ്പോലും അല്ലാഹുവല്ലാത്തവരോടുള്ള ശരണം തേട്ടമാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലൊരു വിഭാഗം ആളുകൾ കാക്കണേ എന്ന് വിശുദ്ധാത്മാക്കളോടുള്ള തേട്ടമായി ചിത്രീകരിക്കുന്നത് എത്ര ഗുരുതരമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അത്തരത്തിലുള്ള ദുഷിച്ച വ്യാഖ്യാനങ്ങളുമായി ഈ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ, തൗഹീദിനെ തകർക്കുന്ന മതപുരോഹിതന്മാരെ ജാഗ്രതയോടെ നമ്മൾ കരുതിയിരിക്കണം. അവരുടെ ഷർറിൽ പെടാതെ നോക്കണം. മറിച്ച് ഇത് അള്ളാഹുവിനോട് തന്നെയുള്ള കാവൽ തേട്ടമാണ് എന്നുള്ളതാണ് ലോക പണ്ഡിതരെല്ലാം പഠിപ്പിച്ചത്. ആ നിലക്ക് തന്നെ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇത് ചൊല്ലണം. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന്. നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല, വിഷജന്തുക്കളുടെ വിഷമേൽക്കുകയില്ല എന്നൊക്കെ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ സത്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.